ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ആ ക്ലബ്ബുകളുടെ മത്സരത്തിൻ്റെ മുമ്പ് വന്നിട്ടുള്ളൊരു വാർത്തയാണ്. മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന ഡിഫൻസ് നിരയിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ആ ഒരു ഡിഫൻഡർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണോട് കൂടി വിട പറയുന്നു എന്നുള്ളത് ഒരു വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. 99% ഉറപ്പിച്ചൊരു സംഭവം തന്നെയാണ്. ഇനി വലിയ നേട്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ കൈവരിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അല്പമൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ കളിച്ചിട്ടുള്ള ആ ഒരു കളിയിൽ സെക്കൻഡ് ഹാഫിലാണ് ലെസ്കോവിച്ച് കളിക്കളത്തിലേക്ക് വരുന്നത്. ലെസ്കോവിച്ച് കളിക്കളത്തിലേക്ക് വരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകർ ആകെ ഒന്നിങ്ങനെ വിചാരിച്ചു പോയി, ലെസ്കോനെ ഫസ്റ്റ് 11 ആശാനെ ഇറക്കിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. ആ രണ്ടാമത്തെ ഗോളും ഒന്നാമത്തെ ഗോളും മൂന്നാമത്തെ ഗോളും എല്ലാം മാൻ മാർക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ അഭാവം മൂലമാണ് നമ്മുടെ ഗോൾ പോസ്റ്റിലേക്ക് ഗോളുകൾ വന്നിട്ടുള്ളത്. 3 ഗോളും എടുത്തു നോക്കുക, ഡിഫൻസിൻ്റെ പക്ക പിഴവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ടുള്ളത്. ലെസ്കോവിച്ച് കളിക്കളത്തിലേക്ക് വരുമ്പോൾ ലെസ്കോ വരുന്നു, ആരാധകർ, ഞാൻ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്, ആരാധകർ ലെസ്കോനെ നല്ല രീതിയിൽ വാഴ്ത്തി പാടുന്നുണ്ട്. ലെസ്കോ കളിക്കളത്തിലേക്ക് വന്നു. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില മുന്നേറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനൊക്കെ പുറമെ കളിയുടെ 82-ാം മിനിറ്റിലേക്ക് അടുക്കെ മാർക്കോ ലെസ്കോവിച്ച് തൻ്റെ ഡിഫൻസ് നിരയിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് ലിസ്റ്റൻ കൊളാസോ എന്ന് പറയുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിൻ്റെ താരത്തിൻ്റെ ഒരു മുന്നേറ്റം വരുന്നത്. ആ മുന്നേറ്റം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ജിത്ത് കൈപ്പിടിയിൽ ഒതുക്കി എന്നെല്ലാം വിചാരിച്ചെങ്കിലും കരഞ്ജിത്തിന് അത് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയാതെ വഴുതി പോകുന്നൊരു ദൃശ്യം നമ്മൾ കണ്ടു. അതിനുശേഷം ജേസൺ കമ്മിങ്സ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും മികച്ച കളിക്കാരൻ്റെ കാലിലേക്കാണ് ആ പന്തെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അത് ഗോളായി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ട് ഒരു ഹാഫ് സ്കോർപ്പിയോൺ കിക്കിലാണ് ലെസ്കോവിച്ച് ആ പന്തിനെ തടുത്തെടുത്ത് മാറ്റിയത്. അതായത് അത്രക്കും കോൺഫിഡൻസ് ആയിട്ടാണ് ലെസ്കോവിച്ച് ആ പന്തിനെ ഒഴിവാക്കി കളഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗാലറിയിൽ ഒരു ഗോൾ അടിച്ചതിന് ഉപരി, അതായത് ഗോൾ അടിച്ച വിപിൻ മോഹന് പോലും കിട്ടാത്ത കയ്യടിയാണ് ഈ ഒരു ചാൻസിൽ, ഈ ഒരു അവസരത്തിൽ ലെസ്കോവിച്ചിന് കിട്ടിയിട്ടുള്ളത്. ആ കളി കാണാൻ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു സംഭവം മനസ്സിലാവും എങ്ങനെയാണ് പറഞ്ഞു വരുന്നതെന്നൊക്കെ. അത്രക്കും കിടിലം ഒരു സേവായിരുന്നു ലെസ്കോവിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതുപോലെയുള്ള സേവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ സീസണോട് കൂടി നമ്മളൊക്കെ മറന്നേക്കാം. ലെസ്കോവിച്ച് എന്ന് പറയുന്ന അധികായകനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നിര എന്ന് പറയുന്നത് പൊട്ടി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്താണ് ക്രൊയേഷ്യയിൽ നിന്നും ഒരു കളിക്കാരൻ, അതായത് ലിയണൽ മെസ്സിയെ പോലും തടങ്കിലിട്ടിട്ടുള്ള ഒരു കളിക്കാരൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഡിഫൻസ് ലൈനിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പല ആരാധകരും അത് നോക്കിക്കാണുന്നത് പഴയതുപോലെയുള്ള ഒരു ഡിഫൻഡർ ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷെ 55-ാം നമ്പർ ജെയ്സിയുടെ പുറകിൽ എഴുതിയിട്ട് ഒരു നീണ്ട ഒരു മനുഷ്യൻ, വെളുത്തിട്ട് മെലിഞ്ഞിട്ടൊരു മനുഷ്യൻ കളിക്കളത്തിലേക്ക് ഇറങ്ങി ആദ്യം ആ സീസണിൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ, ഒട്ടുമിക്ക ആരാധകരെയും അയാളിലേക്കാണ്ട് അടുപ്പിച്ചു എന്ന് വേണം പറയാൻ. ലെസ്കോക്ക് ആ ഒരു സീസണിൽ തന്നെ മറികടന്ന് പോയത്, പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അയാളെ മറികടന്ന് പോയിട്ടുള്ളത് വെറും 2-3 പ്രാവശ്യമാണ് ഒരൊറ്റ സീസണിൽ നമ്മൾ ഫൈനലിൽ എത്തിയതിൽ ഏറ്റവും വലിയ സല്യൂട്ട് അർഹിക്കുന്നത് മാർക്കോ ലെസ്കോവിച്ചിനെ പോലെയുള്ള ഡിഫൻസീവ് താരങ്ങളാണ്. ലെസ്കോവിച്ചിനെ നമ്മൾ അതിൽ മാത്രമല്ല ഉപമിക്കുന്നത്. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ താരങ്ങളായിട്ടുള്ള എന്താ പറയുക ഒരു ഇതുണ്ട്, ഡിഫൻസ് ഉണ്ട്. അതായത് ഹോർമി പാമിനെ പോലെയുള്ള ഡിഫൻഡർമാരുണ്ട്. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഹോർമി പാമിനൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് സീസണിലെ ഹോർമി പാമിൻ്റെ ആ ഒരു പ്രകടനമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതായത് 2021-22 സീസണിൽ ആ ഒരു പ്രകടനമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിനൊക്കെ തുണയായി നിന്നിട്ട് കൊടുത്തിട്ടുള്ളത് മാർക്കോ ലെസ്കോവിച്ചാണ്. സന്ദീപ് സിംഗിനെ പോലെയുള്ള താരങ്ങൾ, നിഷു കുമാറിനെ പോലെയുള്ള താരങ്ങൾ, ജസൽ കാർണേറോയെ പോലെയുള്ള താരങ്ങൾ, ഈ താരങ്ങൾക്കൊക്കെ ഒരു തണലായി നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന താരമാണ്. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം ലെസ്കോ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള മനുഷ്യനാണ്. നമ്മൾ അഡ്രിയാൻ ലൂണയെ ഓർക്കുന്നുണ്ട്, അൽവാറോ വാസ്കസിനെ ഓർക്കുന്നുണ്ട്, പെരേര ഡയസിനെ ഓർക്കുന്നുണ്ട്, ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയുക ദിമിത്രിയോസ് ദിയമന്തകോസിനെ ഓർക്കുന്നുണ്ട്. ഒരുപാട് താരങ്ങളെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വലിയേട്ടനാണ് മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന ആ ക്രൊയേഷ്യൻ ബോൾ.